നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കാലം മാറിയാലും നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. കാരണം ഇപ്പോഴും ഒരു ആണും പെണ്ണും കൂടെ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനെ സദാചാര കണ്ണുകളോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും അത് വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾക്കും ഇടവെക്കാറുണ്ട്. ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ എവിടെയാണെങ്കിലും ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാലോ ഭക്ഷണം കഴിച്ചാൽ എല്ലാം തന്നെ അതിനെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണുന്ന ഒരു നാടാണ് നമ്മുടേതെന്ന് പറയേണ്ടി തന്നെ ഇരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നിരത്താൻ നമുക്ക് നിരവധിയാണ്. അതിപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തായാലും തന്നെ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു നാട്ടിലാണ് ഇത്രയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോൾ കർണാടകയിലും അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ്. കർണാടകയിൽ മലയാളി ആയിട്ടുള്ള യുവാവിനും വനിതാ സുഹൃത്തിനു നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസമാണ് നടന്നിരിക്കുന്നത്. മംഗളൂരിലെ പനമ്പൂർ ബീച്ചിൽ ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയും അവരുടെ സമ്മതമില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കുറച്ച് സദാചാരവാദികൾ. മംഗളൂരിൽ വെച്ച് ഹിന്ദു യുവതി മുസ്ലിം യുവാവിനോട് സംസാരിക്കുന്നത് തെറ്റാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആക്രമിക്കാനുള്ള ശ്രമം. വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പനമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 28-കാരിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബൽത്തങ്ങാടി സ്വദേശികളായ ഉമേഷ്, സുധീർ, കീർത്തൻ പൂജാരി, ബണ്ടാർ സ്വദേശി പ്രശാന്ത് ഭണ്ഡാരി എന്നിവരാണ് അറസ്റ്റിലായത്. ബണ്ടാർ സ്വദേശികളായ മലയാളി യുവാവിനും ബംഗളൂരിൽ ജോലി ചെയ്യുന്ന യുവതിക്കും നേരെയാണ് സദാചാര ഗുണ്ടായിസം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. പനമ്പൂർ ബീച്ചിൽ സന്ദർശിക്കാനെത്തിയ ഇവരെ ഒരു സംഘം ആളുകൾ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇരുവരും ബീച്ചിലൂടെ നടക്കുമ്പോഴാണ് കാവിഷാൾ അണിഞ്ഞെത്തിയ സംഘം തടഞ്ഞ് ചോദ്യം ചെയ്തത്. ഇരുവരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായതോടെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. മുസ്ലിം വിഭാഗക്കാരനായ യുവാവിനൊപ്പം നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാണ് യുവതിയെ കയ്യേറ്റം ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ സംഘത്തിൽപ്പെട്ടവർ തന്നെ പകർത്തുകയും ചെയ്തു. പിന്നീട് യുവതി വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പനമ്പൂർ പോലീസ് സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ 3 പേർ ശ്രീരാമസേന പ്രവർത്തകരാണ്. ഇരുവരുടെയും ദൃശ്യങ്ങൾ പകർത്തിയ അക്രമികൾ യുവാവിനെയും യുവതിയെയും കയ്യേറ്റം ചെയ്തതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഇടപെട്ട പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിൽ 3 പേരാണ് രാമസേന എന്ന തീവ്ര ഹിന്ദു സംഘടനയിലെ അംഗങ്ങൾ. സംഭവത്തെ തുടർന്ന് പനമ്പൂർ ബീച്ചിൽ പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. വെറും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സമാനമായ രീതിയിൽ ഒരു സംഭവം കൂടെ മംഗളൂരു പാർക്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരത്തിൽ മംഗളൂരു ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കദ്രി പാർക്കിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മതം ചോദിച്ച് ആക്രമിച്ച സംഭവവും ഉണ്ടായിരുന്നു. സംഭവത്തിൽ അന്ന് പോലീസ് 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പരിസരവാസികളായിട്ടുള്ള കെ നിതിൻ, യുവി ഹർഷ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെല്ലാം വെറും 18 വയസ്സ് മാത്രമാണ് ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം. സംഘത്തിലുണ്ടായിരുന്ന 17-കാരനെതിരെ കേസെടുത്തു. നഗരത്തിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയും അതുപോലെ തന്നെ മറ്റൊരു നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയും അൺസുഹൃത്തും കൂടെ ചേർന്നാണ് വെള്ളിയാഴ്ച വൈകുന്നേരം പാർക്കിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്ന് പോലീസ് പറയുന്നു. ഇരുവരെയും വളഞ്ഞ 3-അംഗ സംഘം മതം ചോദിച്ച ശേഷം ഈ ഒരു ആൺസുഹൃത്തിനെ മർദ്ദിക്കുകയായിരുന്നു. കൂടാതെ ഈ ഒരു വിദ്യാർത്ഥിനിക്ക് നേരെ അസഭ്യം ചൊരിഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. 2 വിദ്യാർത്ഥികളുടെ ഫോട്ടോയും വീഡിയോയും ഇവർ പകർത്തി. വിവരമറിഞ്ഞെത്തിയ പോലീസാണ് ഇത്തരത്തിൽ അക്രമികളിൽ നിന്ന് ഇവരെയും രക്ഷപ്പെടുത്തിയത്. ഇവരൊക്കെ വളരെ വളർന്നു വരുന്ന ഭാവി തലമുറകളാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് വെറും 20, 25, 27 ആ ഒരു പ്രായത്തിലുള്ളവരാണ്. എന്തായാലും ഇപ്പോഴും കാലഘട്ടം മാറി മാറി വരികയാണെങ്കിലും ഒരുപാട് നമ്മൾ വളർന്നെങ്കിലും ഇപ്പോഴും ഇത്തരത്തിൽ സദാചാര ബോധവുമായി അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ പൊതുസ്ഥലങ്ങളിൽ നാണം കെടുത്തി അല്ലെങ്കിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് നേരെ അസഭ്യം ചൊരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടർ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമമായി അവർ ഇനിയും ഇത്തരം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.